السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും ഈ മഹത്തരമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ മഹൽ ഫളൽ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു തആല പുറത്ത് സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തരമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. റജബ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 4 പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ്. അത് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, നിശ്ചയമായും അല്ലാഹുവിൻ്റെ അടുക്കലുള്ള മാസങ്ങളുടെ എണ്ണം അത് 12ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമി സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹുവിൻ്റെ മാസങ്ങളുടെ എണ്ണം അത് 12ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 വളരെയധികം പവിത്രതയുള്ള മാസങ്ങളാണ്. ذلك الدين القيم فلا تظلموا فيهن أنفسكم. നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം കാണിക്കരുതേ. അത് വളരെ പവിത്രമായ മാസങ്ങളാണ്. അതിൽപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മളുള്ളത്, റജബ് മാസത്തിൽ. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ മാസമാണ്. റജബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ മാസമാണ്. ഈ പവിത്രമായ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ السماوات والأرض أعدت للمتقين. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ നന്മകളിൽ കൂടുതൽ മുന്നേറണേ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും. നിങ്ങൾ അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് വേഗതയാവണേ. വജന്നത്തിൻ. സ്വർഗത്തിലേക്കും വേഗതയാവണേ. അർളുഹസ് സമാവാതു വൽ അർദ്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗതയാവണേ. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ.
അതുണ്ടാക്കി വച്ചിരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്കാണ്, മുഖ്ലിസീങ്ങൾക്കാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗതയാവണേ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. എന്ന് മാത്രമല്ല, നന്മയിൽ ഇങ്ങനെ മുന്നേറുന്നത് പ്രവാചകന്മാരുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. നന്മയിൽ മുന്നേറുക എന്നുള്ളത് പ്രവാചകന്മാരുടെ വിശേഷണമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ കാണാം, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവർ നന്മയിലേക്ക് മുന്നേറുന്നവരാണ്, നന്മകളിലേക്ക് മത്സരിക്കുന്നവരുമാണ്. പ്രവാചകന്മാർ നന്മയിലേക്ക് എപ്പോഴും മുന്നേറും, എപ്പോഴും അതിൽ മത്സരിക്കുന്ന ആളുകളായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്ത് എപ്പോഴും മത്സരബുദ്ധിയോടുകൂടി നന്മയിലേക്ക് കടക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും കാണാം. എന്ന് മാത്രമല്ല, സജ്ജനങ്ങളായ നല്ല അമൽ ചെയ്യുന്ന അടിമകളുടെ ചില വിശേഷണങ്ങൾ കൂടി അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. അല്ലാഹു തആല ചില വിശേഷണങ്ങൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങളായ ഇതുപോലെ നല്ല നല്ല മാസങ്ങൾ വരുമ്പോൾ, നല്ല നല്ല സമയങ്ങൾ വരുമ്പോൾ, ഇബാദത്തിലൂടെ കൂടുതലായി അടുക്കണമെന്ന് പറയുന്ന സമയങ്ങൾ വരുമ്പോൾ അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുകയാണ്, ലൈസൂ സവാം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമാ. നിശ്ചയമായും തുല്യരല്ല. വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു സമൂഹമുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. അവർ ധാരാളം രാവും പകലും ഖുർആൻ പാരായണം ചെയ്യും. വഹും യസ്ജുദൂൻ, രാവും പകലും അവർ കൂടുതലായി നിസ്കരിക്കും. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിനെ കൂടുതലായി വിശ്വസിക്കുകയും വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കുറിച്ച് കൂടുതലായി വിശ്വസിക്കുകയും വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകളിൽ മുന്നേറുന്നവരുമാണ്, നന്മകൾ കൊണ്ട് കൽപ്പിക്കുന്നവരുമാണ്. വയൻഹൗന അനിൽ മുൻകർ, അതുപോലെ തിന്മകൾ വിരോധിക്കുന്നവരുമാണ്. നന്മ ചെയ്യാൻ ജനങ്ങളോട് കൽപ്പിക്കുന്നവർ, തിന്മ ചെയ്യരുതേ എന്ന് ജനങ്ങളോട് ഉപദേശിക്കുന്നവർ. എന്നു മാത്രമല്ല, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. ഉലൈക മിനസ് സ്വാലിഹീൻ, അവർ സജ്ജനങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അപ്പൊ സജ്ജനങ്ങളുടെ ഗുണങ്ങളിൽപ്പെട്ടവരാണ്, സജ്ജനങ്ങളിലെ ഗുണങ്ങളിൽപ്പെട്ടതാണ് അവർ ഖുർആൻ പാരായണം ചെയ്യും, കൂടുതലായി നിസ്കരിക്കും, അല്ലാഹുവിലും അന്ത്യദിനത്തെയും വിശ്വസിക്കും, ഉപദേശം കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഉപദേശിക്കും. അതുപോലെ മോശകരമായ കാര്യങ്ങൾ കണ്ടാൽ അതിനെ വിരോധിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഖൈറായ ആളുകൾ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രവാചകൻ പറഞ്ഞ ഒരു കാലികമായൊരു ഹദീസുണ്ട്, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണേ. ബാദിറൂ ബിൽ അമാലി ഫിത്ന, നിങ്ങളിലേക്ക് ഫിത്നകൾ കടന്നു വരുന്നതിന് മുമ്പ് നന്മകളിൽ ധൃതി കാണിക്കണേ സ്വഹാബ. ഇരുളുകൾ പോലെയുള്ള ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സ്വഹാബ. യുസ്ബിഹു റജുലു മുഅ്മിനാ, ഒരു മനുഷ്യൻ രാവിലെ മുസ്ലിമായിരിക്കും, മുഅ്മിനായിരിക്കും, വിശ്വാസിയായിരിക്കും, പക്ഷേ വയുംസി കാഫിറാ,
അവിശ്വാസിയാണ് എന്നതുപോലെ വയുംസി മുഅ്മിനാ, അവൻ വൈകുന്നേരം മുഅ്മിനാണ്. വയുസ്ബിഹു കാഫിറാ, രാവിലെയാകുമ്പോൾ അവൻ സത്യനിഷേധിയാണ്. യബീഉ ദീനഹു ബിഅർളിൻ മിനദ്ദുനിയാ, ദുനിയാവിലെ തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവൻ ദീനിനെ വിറ്റ് കളയുന്നവനുമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഫിത്ന കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകൾ കൂടുതലായി ചെയ്തുകൊള്ളുക. അങ്ങനെയുള്ള സമയങ്ങളാണ് ഈ വരുന്ന റജബ് മാസങ്ങളൊക്കെ. നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്ന റജബ് മാസമൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റജബ് മാസം നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിൻ്റെ ഹബീബ് 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ 7 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സഹാബത്തിനോട് വിശദീകരിക്കുകയാണ്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഒന്നാമത്തത് ഹൽ തൻദറൂന ഇല്ലാ ഫഖറൻ മൻസിയാ, നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യം കടന്നു വരുന്നതിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം വരുന്നതിനെ ഭയപ്പെടുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ അതിനു മുമ്പേ നിങ്ങളുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ. ഔ ഗിനം മുത്തഗിയാ, വഴികെടുത്തുന്ന സമ്പന്നതയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നാൽ സമ്പത്തുണ്ട്. അങ്ങനെ വഴികെടുത്തുന്ന സമ്പത്ത് കടന്നു വരുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ അമലുകൾ വർദ്ധിപ്പിക്കണേ. ഔ മറളം മുഫ്സിദാ, എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന രോഗമുണ്ടല്ലോ, ആ രോഗം കടന്നു വരുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ അമലുകൾ വർദ്ധിപ്പിക്കണേ. ഔ ഹറമം മുഫന്നിദാ, അവസാനാക്കുന്ന ദാരിദ്ര്യമുണ്ടല്ലോ, ആ ദാരിദ്ര്യത്തിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ അമലുകൾ റെഡിയാക്കണേ. ഔ മൗതം മുജീസാ, പെട്ടെന്ന് സംഭവിക്കുന്ന മരണമുണ്ടല്ലോ, എപ്പോഴാ മരണം സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള മരണം വരുന്നതിന് മുമ്പേ നിങ്ങൾ അമലുകൾ ചെയ്യണേ. ബദിറൂ ബിൽ അമാൽ അവിദ്ദജാൽ ഫശറു ഗായിബിൻ തളർ, മറഞ്ഞതായ ശർറായ ദജ്ജാലിനെയാണോ അതോ അന്ത്യനാളിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനു മുമ്പേ നിങ്ങൾ നന്മയിൽ മുന്നേറണേ എന്ന് സഹാബാത്തുൽ കിറാമിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് വ്യക്തമാക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. വളരെ വലിയ ഒരു ഹദീസാണ്, വളരെ ഗൗരവമായ ഹദീസാണ്. ഇതൊക്കെ കടന്നു വരും. എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. രോഗിയാവുന്നത് എപ്പോഴാ, മരിക്കുന്നത് എപ്പോഴാ, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആയതുകൊണ്ട് ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പേ നമ്മൾ ഇബാദത്തുമായി മുന്നേറണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായ ഒരൊറ്റ കാര്യം കൂടി പറയാം. നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വലി സുമ്മ ലം യജിദു ഇല്ലാ യസ്തഹിമു ലസ്തഹമു അലൈഹി.
ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നതിൻ്റെയും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെയും പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ, ശരിയായ രീതിയിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നതെങ്കിൽ അവർ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്. ഇനി അത് മത്സരിച്ച് ലഭിച്ചില്ല എങ്കിൽ ഒരുപാട് ആളുകൾ കൂടിയാൽ അവർ അതിനു വേണ്ടി നറുക്കിടുകയും ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിച്ചു നോക്കണം. എത്ര നിസ്സാരമായ കാര്യമാണ്. ഇതുപോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ഇബാദത്ത് പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ റജബ് മാസം, അതിനുശേഷം കടന്നു വരാനിരിക്കുന്ന റമളാൻ ശരീഫ്, ഇതൊക്കെ വലിയ വലിയ പവിത്രതയുള്ള മാസങ്ങളാണ്. ഇതൊക്കെ വലിയ പവിത്രതയുള്ള മാസങ്ങളാണ്. അല്ലാഹു തആല ഈ മാസങ്ങളിലേക്കെല്ലാം നമ്മളെ എത്തിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.